ഖത്തർ വേദിയാകുന്ന ഫിഫ അറബ് കപ്പിന് അട്ടിമറിയോടെ തുടക്കം. ആദ്യ മത്സരത്തിൽ കരുത്തരായ തുനീഷ്യയെ സിറിയയും രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ ഖത്തറിനെ ഫലസ്തീനുമാണ് അട്ടിമറിച്ചത്. ടൂർണമെന്റ് ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉദ്ഘാടനം ചെയ്തു. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം. ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് ഫലസ്തീന്റെ ജയം. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ സുൽത്താൻ അൽ ബരീഖിന്റെ ഓൺ ഗോളാണ് ഖത്തറിന് നിരാശ സമ്മാനിച്ചത്. പതിഞ്ഞ താളത്തിലായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി. എന്നാൽ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ തുറന്നെടുത്തു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ബോക്സിലേക്ക് വന്ന പന്ത് ക്ലിയർ ചെയ്യുന്നതിനിടെയാണ് ഖത്തർ ഗോൾ വഴങ്ങിയത്. ഇരു ടീമുകളും മികച്ച കളി പുറത്തെടുത്തെന്ന് ആരാധകർ പറഞ്ഞു. Today it was a very close game between Qatar and Palestine. Both teams played very nice, but Palestine clutched it at the very end and it was very nice feeling. I come from Jaffa, from Palestine, so I'm very happy to see my team winning very important games, especially an opening game. ഈ മാച്ചിൽ അവസാനിക്കുന്നതാണ് ഒരു 99%. ആ ഒരു ഗോള് ആരും പ്രതീക്ഷിക്കുന്നില്ല ഒരിക്കലും. ലാസ്റ്റ് മൊമെന്റില് എന്നിട്ടും അവരൊരു അറ്റാക്കിലൂടെയാണ് ആ ഒരു ഗോള് എന്തായാലും നേടിയെടുത്തത്. ഫലസ്തീൻ ജയിച്ചാലും ഞങ്ങൾ എല്ലാവരും അറബ് ജനങ്ങളാണ് അല്ലേ? എല്ലാവരും അറബ് ജനങ്ങളാണ്. എങ്കിലും ഈ മത്സരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഹാഫിൽ അതിഗംഭീരമായ പോരാട്ട വീര്യമാണ് ഫലസ്തീൻ കാഴ്ചവെച്ചത്. അവർ ജയം അർഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. അൽഖോറിലെ അൽബേദ് സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്.